إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ വളരെ കൃത്യമായ വ്യവസ്ഥയോടുകൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ എന്ന് മാത്രമല്ല, ഇവിടെയുള്ള ജന്തുജാലങ്ങൾക്കെല്ലാം ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ചതുപോലെ 6 ഘട്ടങ്ങളിലായി ഭൂമിയെയും ഭൂമിയിലെ സംവിധാനങ്ങളെയും ആകാശലോകങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചത്. അതിൽ ഒരു തരത്തിലുള്ള പോരായ്മകളുമില്ലാതെ കൃത്യമായ നിർണയത്തോടുകൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്നതും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവയിലെല്ലാം അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നതും ഖുർആൻ പലയിടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സൂറത്തുൽ ഫുർഖാനിലെ 61-62 വചനങ്ങളിൽ തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ, ആകാശത്തിൽ രാശികൾ മണ്ഡലങ്ങൾ സൃഷ്ടിച്ചവനും അവയിൽ സിറാജൻ വഖമറൻ മുനീറ, സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്നാണ്, കത്തുന്നത്, അതായത് സൂര്യനെയും പ്രകാശം നൽകുന്ന ചന്ദ്രനെയും സൃഷ്ടിച്ചവനായ അതാരോ അവൻ തബാറക, ധാരാളം ബറക്കത്തുള്ളവനാകുന്നു, അനുഗ്രഹമുടയവനാകുന്നു. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ, അവൻ തന്നെയാണ് രാവിനെയും പകലിനെയും ഉണ്ടാക്കിയത്. രാത്രിയും പകലും ഖിൽഫ, മാറി മാറി വരുന്നു. ഒരു പകൽ ഒരു രാവ്, ക്രമം തെറ്റാതെ വളരെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രാവും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ച് പറയുന്നതിന്റെ മുന്നേ സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുന്നത് ലിമൻ അറാദ അൻ യദ്ദക്കർ, ഇങ്ങനെ ഒരു സൃഷ്ടിപ്പ് അള്ളാഹു നടത്തി. ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു എടുത്തു പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുവാൻ, ചിന്തിക്കുവാൻ തയ്യാറുള്ള ആളുകൾക്ക് വേണ്ടിയാകുന്നു, അവരോടാകുന്നു. ഔ അറാദ ശുക്കൂറ, അല്ലെങ്കിൽ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. കൂടുതൽ വിശദീകരിക്കാതെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, ആകാശങ്ങളിലെ സഞ്ചാരപഥങ്ങൾ, കത്തുന്ന സൂര്യൻ, പ്രകാശിക്കുന്ന ചന്ദ്രൻ, രാവു പകല് മാറി മാറി വരുന്നത്, ഇതൊക്കെ മനുഷ്യനുള്ള തദക്കുർ, ചിന്തക്ക് വേണ്ടി, ഉത്ബോധനം ഉൾക്കൊള്ളാൻ വേണ്ടി, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, അങ്ങനെ അറാദ ശുക്കൂറ, അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്ന കാര്യം ഉദ്ദേശിക്കാൻ വേണ്ടിയാകുന്നു. ഇപ്പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഇതിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കി അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അവന് നന്ദി കാണിക്കുകയും ചെയ്യണം എന്നതാണ് അള്ളാഹു ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് ചുരുക്കം. സൂറത്തുൽ ഫുർഖാനിലെ തന്നെ 45, 46, 47 വചനങ്ങളിൽ അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദല്ലില്ല വലൗ ശാഅ ലജഅലഹു സാകിന ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا എന്ന് അള്ളാഹു പറഞ്ഞത് കാണാം. നീ കണ്ടിട്ടില്ലേ? ഇവിടെ നീ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മറ്റ് പല സ്ഥലങ്ങളിലും സൂചിപ്പിക്കുന്ന പോലെ നബിയോടാണ് സംബോധന. ഖുർആൻ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യരോടുമാണ് പ്രഥമ സംബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നീ കണ്ടിട്ടില്ലേ? നിന്റെ റബ്ബിലേക്ക് നീ നോക്കിയിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നിന്റെ റബ്ബ് ചെയ്ത ഈ പ്രപഞ്ചത്തിൽ ചെയ്ത സംവിധാനങ്ങൾ, പ്രവർത്തനങ്ങൾ നീ നോക്കിയിട്ടില്ലേ? അള്ളാഹു തന്നെ അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നു കൈഫ മദ്ദല്ലില്ല. ലില്ല് എന്ന് പറഞ്ഞാൽ തണൽ, നിഴൽ എന്നാണ് അർത്ഥം. 3 തരത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന് വിശദീകരണം നൽകിയതായി കാണാൻ സാധിക്കും. ഒന്ന്, ലില്ല്, നിഴൽ അല്ലെങ്കിൽ തണൽ എന്ന് പറഞ്ഞാൽ രാത്രി. മറ്റൊരു വ്യാഖ്യാനം പ്രഭാതം ഉദിച്ചത് മുതൽ വെളിച്ചമുണ്ട്, പക്ഷേ സൂര്യകിരണങ്ങൾ കാണാൻ സാധിക്കുന്നില്ല, ആ ഒരു സമയം. മൂന്നാമത്തേത്, സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ സൂര്യപ്രകാശം ഉള്ളത് കാരണത്താൽ ഉണ്ടാകുന്ന നിഴൽ. ഈ 3 അർത്ഥങ്ങൾ ലില്ല് എന്നതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ഞാൻ അതെല്ലാം കൂടി ഇവിടെ പറയുന്നില്ല.
എന്ത് വ്യാഖ്യാനങ്ങൾ, ഈ 3 വ്യാഖ്യാനങ്ങൾ പരിഗണിച്ചാലും, 3 വേറെ വേറെ പരിഗണിച്ചാലും ശരി, ഇതൊക്കെ അള്ളാഹുവിന്റെ കഴിവാണ്. രാത്രി ഉണ്ടായത് അള്ളാഹു ഈ കത്തുന്ന സൂര്യനെ നമ്മിൽ നിന്ന് മറച്ചതുകൊണ്ടാണ്. രാത്രി അവസാനിച്ച് പിന്നെ സൂര്യൻ ഉദിക്കുന്നതിനിടക്ക് ഇരുട്ടുമല്ല, എന്നാൽ കണ്ണിൽ കുത്തുന്ന വെളിച്ചവുമല്ലാത്ത ഒരവസ്ഥ അള്ളാഹു അവിടെ സംവിധാനിച്ചു. ഇരുട്ടിന് ശേഷം നേരെ സൂര്യപ്രകാശം നമ്മിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ അത് നമ്മളിലും ഈ പ്രപഞ്ചത്തിലെ മറ്റ് ജീവജാലങ്ങളിലും അതുപോലെ തന്നെ ചെടികളിലുമൊക്കെ തന്നെ ഇന്ന് കാണുന്നതല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. എന്നാൽ രണ്ടിനും ഇടക്ക് ഒരു ഇടവേള, ഒരു ലില്ല് അള്ളാഹു സൃഷ്ടിക്കുകയും ഉറക്കമുണർന്നു വരുന്ന ജീവികൾക്ക് സൂര്യപ്രകാശം അതിന്റെ ചൂടും പെട്ടെന്ന് നമ്മളിലേക്ക് വന്ന് പ്രയാസങ്ങൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യം അള്ളാഹു സൃഷ്ടിച്ചു. പിന്നെ മൂന്നാമത്തേത് പരിശോധിച്ചാൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം ആണ് ഒരു വസ്തുവിന്, ഏതൊരു വസ്തുവിനും, മനുഷ്യർക്കും മരങ്ങൾക്കും എല്ലാറ്റിനും നിഴലുണ്ടാകുന്നത്, മരങ്ങൾക്ക് തണലുണ്ടാകുന്നത്. സൂര്യൻ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് അതിന്റെ, അല്ലെങ്കിൽ സൂര്യന്റെ സഞ്ചാരത്തിനനുസരിച്ച് ഈ നിഴലിന്റെ നീളത്തിൽ വർധനവുണ്ടാവുകയും ഉച്ചയാകുമ്പോൾ അത് കുറയുകയും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നിഴല് കൂടുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അള്ള ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, ഈ രാത്രിയിലും പുലർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ സുബ്ഹിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്തും സൂര്യൻ ഉദിച്ച് ഉച്ചയായി വൈകുന്നേരമാകുന്നതിനുള്ള സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലില്ലിന്റെ മാറ്റങ്ങൾ നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല വെച്ചാൽ നീ കണ്ടിട്ടുണ്ട്, പക്ഷെ ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് അള്ള പറയാണ്, വലൗ ശാഅ ലജഅലഹു സാക്കിന. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ലില്ലിനെ അള്ളാഹു അതിനെ നീട്ടി, എന്നാൽ നീട്ടാതെ അള്ളാഹു അതിനെ സാക്കിൻ, നിശ്ചലമാക്കുമായിരുന്നു. ഈ സാക്കിനാക്കി നിശ്ചലമാക്കി എന്ന് പറയുന്നതിനും നേരത്തെ പറഞ്ഞ 3 വ്യാഖ്യാന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഇവിടെയും വ്യത്യാസം വരും. രാത്രിയെ അള്ളാഹു സാക്കിനാക്കി നീങ്ങാത്ത അവസ്ഥയിൽ നിലനിർത്തുമായിരുന്നു എന്നും രാത്രി. ഇനി സുബ്ഹിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം അതങ്ങനെ നിലനിർത്തുമായിരുന്നു. അപ്പൊ സൂര്യൻ ഉദിക്കൂല. അങ്ങനെയാണെങ്കിൽ എന്താ സ്ഥിതി? പ്രപഞ്ചത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഇനി സൂര്യൻ ഉദിച്ചതിന് ശേഷം നിഴല് അങ്ങനെ തന്നെ നിലനിർത്തുക, അപ്പൊ രാത്രി ഉണ്ടാവൂല. അപ്പൊ ഇതൊന്നുമല്ലാത്ത, ഒരു പ്രയാസവും ഇല്ലാത്ത തരത്തിൽ അള്ളാഹു നിശ്ചയിച്ച പ്രകാരം ഈ 3 അവസ്ഥകളെയും, അതായത് 3 വ്യാഖ്യാനവും പരിഗണിച്ചാൽ, ഇനി അതല്ല അവസാനത്തെ വ്യാഖ്യാനം പരിശോധിച്ചാൽ സൂര്യൻ ഉച്ചതിന് ശേഷമുള്ള നിഴലുകളെ രാവിലെ നീണ്ട നിഴലും ഉച്ചയാകുമ്പോഴേക്ക് നിഴലില്ലാത്ത അവസ്ഥയും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നിഴലിന്റെ നീളം കൂടിക്കൂടി സൂര്യൻ അസ്തമിക്കാറാകുമ്പോ നീണ്ട നിഴൽ മറുഭാഗത്തേക്ക്, രാവിലെയും വൈകുന്നേരവും വിപരീത ദിശകളിൽ, ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. ഇതിന്റെയൊക്കെ ഈ മാറ്റത്തിന്റെ മേലുള്ള തെളിവ് അത് സൂര്യനാണ്. ജഅൽന ശംസ അലൈഹി ദലീല. രാത്രി ഉണ്ടായി, അതിനുള്ള തെളിവെന്താ? സൂര്യൻ അസ്തമിച്ചു. രാവിലെ കിരണങ്ങളില്ലാത്ത അവസ്ഥയുണ്ടായി, സൂര്യൻ ഉദിക്കാൻ പോകുന്നേ ഉള്ളൂ. തെളിവെന്താ? സൂര്യനാണ്. നിഴലുണ്ട്, നിഴല് നീളമുണ്ട്, നീളം കുറയുന്നു, വീണ്ടും നീളം കൂടുന്നു. തെളിവെന്താ? സൂര്യൻ. അപ്പോ 3 വ്യാഖ്യാനങ്ങളും പരിഗണിക്കാം എന്നതാണ് പണ്ഡിതന്മാർ, ഈ 2ഉം 3ഉം വൈരുദ്ധ്യമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ശരിയും. അപ്പോ ഇതിനൊക്കെയുള്ള തെളിവ് സൂര്യനെ അള്ളാഹു സ്ഥാപിച്ചു എന്നതാണ്. അതാണ് ആദ്യം വായിച്ച 61-ാമത്തെ ആയത്തിൽ സിറാജൻ, വിളക്കിനെയും, കത്തുന്ന വിളക്ക്, അതാണ് സൂര്യൻ. പിന്നെയാണ് പ്രകാശിക്കുന്ന ചന്ദ്രൻ. അതിനെക്കുറിച്ച്, പ്രകാശം എന്നാൽ സൂര്യനിൽ കിട്ടുന്ന വെളിച്ചമാണ് ചന്ദ്രന്റേത്. അപ്പൊ ഈ മാറ്റം പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നിന്ന് സൂര്യന്റെ അകലം ഇത് 14,79,07,000, നമുക്ക് കണക്കൂട്ടാൻ കഴിയാത്തൊരു അത്രയും ദൂരം, കിലോമീറ്റർ അകലത്തിലാണ് നമ്മിൽ നിന്ന് സൂര്യൻ നിലകൊള്ളുന്നത്. അതിൽ നിന്ന് ഒരൽപ്പം ഇങ്ങോട്ടടുത്തിരുന്നെങ്കിൽ ഇപ്പം തന്നെ ചൂട് പൊള്ളുകയാണ്, ഒന്നും ഇവിടെ ബാക്കിയാവില്ല. എല്ലാം കരിഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത, കത്തിക്കരിയുന്ന അവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല, വെള്ളം വറ്റിപ്പോകും. ഇനി ഒരൽപ്പം അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഭൂമിയിൽ കൊടിയ തണുപ്പാകുമായിരുന്നു, അപ്പോഴും ജീവിക്കാൻ കഴിയില്ല, വെള്ളം കിട്ടൂല. അപ്പം വെള്ളം ഐസായി മാറും, രക്തം കട്ടയാകും. അപ്പോ ഇത് കൃത്യമായി കണക്കാക്കി ഒരു പ്രത്യേക അളവിൽ അള്ളാഹു ഭൂമിയെയും സൂര്യനെയും നിലനിർത്തുകയും, തണുപ്പ് മാത്രമോ ചൂട് മാത്രമോ അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാലാവസ്ഥയെ സംവിധാനിക്കുകയും ചെയ്തു. ഇതാണ് നേരത്തെ പറഞ്ഞത്, അയ്യതദക്കർ ഔ അറാദ ശുക്കൂറ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുവാനും ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും, അതല്ലെങ്കിൽ അള്ളാഹുവിന് നന്ദി കാണിക്കാനും ഉദ്ദേശിക്കുന്ന ആളുകൾക്കാകുന്നു ഇങ്ങനെ സംവിധാനിച്ചത്. അവരോടാകുന്നു അള്ളാഹു ഇതൊക്കെ എടുത്തു പറയുന്നത്. അള്ളാഹു തബാറക എന്ന് പറഞ്ഞാൽ അള്ളാഹു ബറക്കത്തുടയവൻ, ധാരാളം ബറക്കത്തുള്ളവനായി മാറിയിരിക്കുന്നു.
ആ അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ നീ കണ്ടില്ലേ എന്ന് എല്ലാ മനുഷ്യരോടും പ്രത്യേകിച്ച് വിശ്വാസികളോട് അള്ളാഹു ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, റമളാനിൽ മാർച്ച് മാസത്തിൽ ഏകദാണ്ട് അതിന്റെ 2 ഭാഗം നമ്മൾ റമളാനുമായി കഴിഞ്ഞു പോയി. റമളാൻ കഴിഞ്ഞ് പിറ്റേ പെരുന്നാൾ ദിവസം തൊട്ട് ചൂട് കൂടി. അന്ന് പ്രത്യേകമായി ചൂട് വന്നതുകൊണ്ടല്ല, റമളാനിൽ പൊതുവെ ഈ വേനലിലൊക്കെ റമളാൻ വന്നപ്പോഴൊക്കെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. ചൂട് കുറയുക, അള്ളാഹു മഴ വർഷിപ്പിക്കുക. ഈ കഴിഞ്ഞ 5-6 വർഷങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. ഈ കൊല്ലവും 1-2 മഴ കിട്ടി. റമളാൻ കഴിഞ്ഞതോടുകൂടി ചൂട് കൂടി. അപ്പോഴാണ് നമ്മൾ ചൂടിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നത്. ഈ ചൂട് അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ച സംവിധാനമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട അവസ്ഥകളും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ തണലിനെ അള്ളാഹു നീട്ടിത്തരുന്നത്. പിന്നെയോ ജീവിക്കാൻ വീടുകൾ അള്ളാഹു ഉണ്ടാക്കി തന്നത്, സക്കനൻ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ തരത്തിൽ. സൂറത്ത് നഹ്ലിലെ 81 മുതൽ 83 വരെയുള്ള ആയത്തുകളിൽ ഈ കാര്യങ്ങൾ അള്ളാഹു കുറേ കാര്യങ്ങൾ എടുത്തു പറയുന്നു. അതിൽ ഇടയ്ക്ക് ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് താമസിക്കാനായി വീടുകൾ ഉണ്ടാക്കി തന്നു. നമുക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്കൊക്കെ മാളങ്ങളായാലും അതുപോലെ തന്നെ മലഞ്ചെരുവുകളായാലും മരത്തിലുണ്ടാക്കുന്ന കൂടായാലും അതിനൊക്കെ അതിന്റേതായ കൂടുകൾ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യങ്ങൾക്ക്, വെള്ളത്തിൽ ജീവിക്കുന്നവർക്ക് വെള്ളത്തിൽ വീടുകളുണ്ട്. പിന്നെയോ വല്ലാഹു ജഅലലക്കും മിമ്മാ ഖലഖ ളിലാലൻ, അള്ളാഹു സൃഷ്ടിച്ച എന്തൊക്കെയുണ്ടോ അതിനൊക്കെ അള്ളാഹു നിഴലുകൾ ഉണ്ടാക്കി തന്നു. ആ നിഴലും പലതും മനുഷ്യൻ ഉപകാരപ്പെടുന്നതാണ്. പർവ്വതങ്ങളിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള അല്ലെങ്കിൽ വെയിലേൽക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടാക്കി തന്നു. പിന്നെ നിങ്ങൾക്ക് തഖീഖുമുൽ ഹർറ, ചൂടിനെ ചൂടിനെ പ്രതിരോധിക്കാവുന്ന, ചൂടിൽ നിന്ന് സംരക്ഷണം ലഭിക്കാവുന്ന സറാബീലുകൾ, വസ്ത്രങ്ങൾ നിങ്ങൾക്കുണ്ടാക്കി തന്നു. ചൂടുകാലത്ത് ധരിക്കുന്ന വസ്ത്രമല്ല മഴക്കാലത്ത് മനുഷ്യൻ ധരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അത് പ്രത്യേകിച്ച് മനസ്സിലാവില്ല. കേരളം വിട്ട് വടക്കേന്ത്യയിലേക്കോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് തുണിസാപ്പ് കയറിയാൽ എല്ലാ ഡ്രസ്സും എടുത്തു മാറ്റും. വേനൽക്കാലത്തെ ഡ്രസ്സല്ല, തണുപ്പായാൽ എല്ലാം എടുത്തു മാറ്റി വേനലിലേക്ക് പ്രത്യേക ഡ്രസ്സാണ്. തണുപ്പ് കാലം കഴിയുന്നതോടുകൂടി തണുപ്പിന്റെ ഡ്രസ്സുകൾ മാറ്റി പിന്നെ വേനൽക്കാലത്തേക്ക് ആവശ്യമായ ഡ്രസ്സുകൾ. 2 കാലത്തും വേറെ വേറെ വസ്ത്രങ്ങളാണ്. നമ്മുടെ നാട്ടിൽ എന്നും ഒന്നാ ധരിക്കുന്നത്. കാരണം ഒരു തല കേസിയാണ് കേരളം. കടുത്ത ചൂടില്ല, കടുത്ത തണുപ്പില്ല. അതുകൊണ്ട് എന്നും ഒരേ വസ്ത്രം ധരിച്ചാൽ മതിയാവും. അപ്പൊ ചൂടുകാലത്ത് ചൂടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ വസ്ത്രങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു 81-ാമത്തെ ആയത്തിൽ സൂറത്ത് നഹ്ലിൽ എടുത്തു പറയുന്നുണ്ട്. എന്നിട്ടോ യഅരിഫൂന നിഅമത്തല്ലാഹ്, 83-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാൻ, അള്ളാഹുവിന്റെ നിഅമത്തുകളെ അവർ മനസ്സിലാക്കുന്നു. ആര്? നേരത്തെ പറഞ്ഞ ചിന്തിക്കുന്ന ആളുകൾ. സുമ്മ യുൻകിറൂനഹ, പിന്നെ ചിലർ അതിനെ മനസ്സിലാക്കുകയും എന്നിട്ട് നിഷേധിക്കുകയും ചെയ്യുന്നു. വഅക്സറുഹുമുൽ കാഫിറൂൻ, മനുഷ്യരിൽ അധിക പേരും ഈ നിഅമത്തുകളൊക്കെ മനസ്സിലാക്കുകയും എന്നിട്ട് നിഷേധിക്കുകയും അങ്ങനെ കാഫറാകുകയും ചെയ്യുന്ന ആളുകളാകുന്നു. കാഫർ എന്നാൽ അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്നവർ മാത്രമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ശിർക്ക് ചെയ്യുന്ന എല്ലാവരും കാഫറാണ്. അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്നവനും കാഫറാണ്. അപ്പൊ കാഫർ എന്ന് പറയുന്നവരിൽ ദൈവനിഷേധിയും പെട്ടു, അള്ളാഹു ഉണ്ടെന്ന് പറയുകയും അതോടൊപ്പം ശിർക്ക് വെക്കുകയും ചെയ്യുന്നവരും പെട്ടു. അപ്പൊ അധിക പേരും കാഫറുകളാകുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ഈ നിയമത്തുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മുമ്പൊരിക്കൽ പനി വ്യാപകമായ സമയത്ത് പനിയെക്കുറിച്ച് ഒരു ഖുത്ബ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ വേനലിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂടിനെ സംബന്ധിച്ചും തണുപ്പിനെ സംബന്ധിച്ചും ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, ഇദസ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാത്ത്, നിങ്ങൾ ചൂട് കഠിനമായാൽ നമസ്കാരത്തെ തണുപ്പിക്കണം എന്ന് പറഞ്ഞാൽ, നല്ല ചൂടുകാലത്ത് ളുഹുറിന് പള്ളിയിൽ പോകുമ്പോ തണലുണ്ടാവില്ല. സൂര്യൻ തൊട്ട് മുകളിലേക്ക് ഒരു ചെറിയ നിഴലേ ഉണ്ടാവുള്ളൂ. നമുക്കൊരു നിഴലായി കിട്ടാനുണ്ടാവില്ല. അപ്പൊ ആ ഒരു നിഴല് കിട്ടുന്ന അവസ്ഥയിലേക്ക് വെയിൽ കൊണ്ട് പോകാതിരിക്കാൻ കുറച്ച് ളുഹുർ നമസ്കാരം അല്പം ബന്ധിപ്പിക്കുക. അതാണ് തണുപ്പിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ഈ ദുനിയാവിൽ അനുഭവപ്പെടുന്ന ചൂട്, അതിന്റെ കാഠിന്യം എന്ന് പറയുന്നത് നരകത്തിന്റെ ജ്വാലയിൽ നിന്നുള്ളതാകുന്നു. ഇത് നമ്മോട് തലകൊണ്ട് ആലോചിച്ചാൽ കിട്ടൂല. നരകം ഇപ്പോഴുണ്ട്, സ്വർഗവുമുണ്ട്. നരകത്തിന്റെ ഫൈഹ് എന്ന് പറഞ്ഞാൽ തീയുടെ കത്തിജ്വലിക്കലാണ്. ആ തീജ്വാലയിൽ നിന്നുള്ളതാണ് ദുനിയാവിൽ അനുഭവപ്പെടുന്ന ചൂടിന്റെ കാഠിന്യം. തണുപ്പും അങ്ങനെ തന്നെ. നരകത്തിൽ ചൂടുണ്ട്, കഠിനമായ തണുപ്പുണ്ട്. നരകത്തിലുള്ള തണുപ്പിന്റെ ഭാഗമാണ് ദുനിയാവിൽ അനുഭവപ്പെടുന്നത്. ഇതേ ഹദീസിൽ അല്ലാഹു പറയാൻ, നരകം അള്ളാഹുവിനോട് പരാതിപ്പെട്ടു. എന്താ പരാതി? തീ കാരണത്താൽ എന്റെ ചില ഭാഗങ്ങളെ മറ്റ് ചില ഭാഗങ്ങൾ തിന്നുകളയുന്നു, നരകത്തെ തീ തിന്നുന്നു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് അനുവാദം കൊടുത്തു. എന്താണ്? ബിന്നഫസൈൻ, 2 ശ്വാസങ്ങൾ. അപ്പൊ അത് ശ്വാസം, അങ്ങനെ ശ്വാസകോശ
മക്കളിൽ അങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണോ? അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് നബി പഠിപ്പിച്ചതാണ്, സംശയിക്കേണ്ടതില്ല. 2 ശ്വാസങ്ങൾ നഫസ് അള്ളാഹു നരകത്തിന് നൽകി. ആ ഒരു ശ്വാസമാണ് ഫിശ്ശിത്താഇ, ഒന്ന് തണുപ്പ് കാലത്തുള്ള ശ്വാസം. അതിന്റെ ഭാഗമാണ് നരകത്തിൽ തണുപ്പുണ്ട്, അതാണ് ദുനിയാവിൽ അനുഭവപ്പെടുന്നത്. വനഫസിൻ ഫിസ്സൈഫി, വേനൽക്കാലത്ത് മറ്റൊരു ശ്വാസവും. വഹുവ അശദ്ദു മാ തജിദൂന മിനൽ ഹർരി വഅശദ്ദു മാ തജിദൂന മിനൽ സംഹരീർ. നിങ്ങൾ ദുനിയാവിൽ അനുഭവിക്കുന്ന വേനൽക്കാലത്തിന്റെ ഏറ്റവും കടുത്ത ചൂടും തണുപ്പ് കാലത്തെ ഏറ്റവും കടുത്ത തണുപ്പും ഈ നരകത്തിന്റെ 2 നഫസിൽ നിന്ന്, ശ്വാസങ്ങളിൽ നിന്നുള്ളതാകുന്നു. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ല അടക്കം അദ്ദേഹത്തിന്റെ സ്വഹീൽ അടക്കം ഉദ്ധരിച്ചിട്ടുള്ള, മുസ്ലിം ഉദ്ധരിച്ചൊക്കെ ഹദീസിൽ കാണാം. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചൂടും തണുപ്പും മാറി മാറി വരുന്ന അവസ്ഥ ദുനിയാവിൽ ഉണ്ടാക്കിയത്? എന്നും ഒരേ അവസ്ഥ ആയാൽ പോരെ? അപ്പൊ ഇത് മനുഷ്യനെ ഓർമ്മപ്പെടുത്താനാണ്. നേരത്തെ ഓതിയ ആയത്ത് സൂറത്തുൽ ഫുർഖാനിൽ കലിയദ്ദക്കർ, ഓർക്കാൻ വേണ്ടി. ഇതേ തണുപ്പുള്ള നരകം ഇനി വരാനുണ്ട്, ഇതേ കഠിനമായ ചൂടുള്ള നരകം പരലോകത്തുണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഈ ചൂടിനെയും തണുപ്പിനെയും കുറിച്ച് മനസ്സിലാക്കി നാളെ പരലോകത്ത് ആ കഠിനമായ തണുപ്പും കഠിനമായ ചൂടുമുള്ള നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഇവിടെ നടത്തണം എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്താനാണ്, മനുഷ്യൻ ഓർമ്മിക്കാനാണ്. മുത്തഫഖൻ അലൈഹിയായ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദമിന്റെ മകൻ എന്നെ ഉപദ്രവിക്കുന്നു. അള്ള പറയാൻ, എന്താ ഉപദ്രവം? അവൻ കാലത്തെ ചീത്ത പറയുന്നു. എന്തൊരു ഇടങ്ങേറ് പിടിച്ച തണുപ്പായത്, എന്തൊരു കിടങ്ങേറ് പിടിച്ച ചൂടാണിത്, സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊരു ഗുരുത്തക്കേടായിപ്പോയി. അല്ലെങ്കിൽ അങ്ങനെ നാശം പിടിച്ച സംസാരങ്ങൾ മനുഷ്യൻ നടത്തുന്നു. അള്ള പറയാൻ, ഇതൊക്കെ എന്നെയാണ് അവൻ ചീത്ത പറയുന്നത്, കാരണം ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ കാലത്തിൽ ചൂടും തണുപ്പും മഴയും വെയിലും മഞ്ഞും കാറ്റും ഒക്കെ ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ അവൻ കാലത്തെ ചീത്ത പറയുമ്പോൾ എന്നെയാണ് അവൻ ഉപദ്രവിക്കുന്നത്. ബിയദിയൽ അംറു, എന്റെ കയ്യിലാകുന്നു കാര്യം. ചൂടും തണുപ്പും എല്ലാം അള്ളാന്റെ കയ്യിലാണ്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവിലെയും പകലിനെയും മാറ്റുന്നത് ഞാനാണ്. അപ്പൊ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അതിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. അത് നേരത്തെ പറഞ്ഞു, ചന്ദ്രന്റെ പ്രവർത്തനത്തെക്കുറിച്ച്, സൂര്യന്റെ പ്രവർത്തനത്തെക്കുറിച്ച്. അപ്പോ കാലാവസ്ഥാ മാറ്റങ്ങളും അള്ളാഹുവാണ് ഉണ്ടാക്കുന്നത്, രാവും പകലും ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. മനുഷ്യന് ഇഷ്ടപ്പെടാത്തത് വരുമ്പോൾ അവൻ കാലത്തെ ചീത്ത പറയുന്നു. കാലത്തെ ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ അത് എന്നെ ഉപദ്രവിക്കലാകുന്നു. അപ്പോ ചൂടിനെയോ തണുപ്പിനെയോ ആക്ഷേപിക്കേണ്ടതില്ല. ഇത് നമുക്ക് വേണ്ടിയും നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയും നമ്മൾ നന്നാകാൻ വേണ്ടിയും ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അള്ളാഹു സംവിധാനിച്ചതാണ്. വെറും തണുപ്പായിരുന്നെങ്കിൽ, വെറും ചൂടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചൂടില്ലായിരുന്നുവെങ്കിൽ, തണുപ്പില്ലായിരുന്നുവെങ്കിൽ, മഴയില്ലായിരുന്നുവെങ്കിൽ, വെറും വെയിലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? ഒന്നും ഞാൻ വിശദീകരിക്കാതെ തന്നെ നമ്മൾക്ക് ഒരൊറ്റ ചിന്തക്ക് തന്നെ എന്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാവും. ചിന്തിക്കാൻ നമ്മളിവിടെ ഉണ്ടാവില്ല, നശിച്ചുപോയിട്ടുണ്ടാവും. അപ്പൊ ഇത് ഈ ചൂടും പുകയും വിയർപ്പും മനുഷ്യനെ നമ്മെ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം. ദുനിയാവിലെ ചൂടിന് പുറമെ നമ്മൾ അനുഭവിക്കേണ്ട 3 ചൂടുകൾ വേറെ വരാനുണ്ട്. അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നമുക്ക് കാണാം. ഖബറിൽ നമ്മൾ കിടക്കണം. ഖബറിൽ കിടക്കുമ്പോൾ മലക്ക് വരും. അവിടെ 2 മലക്കുകൾ വന്ന് മനുഷ്യനെ പിടിച്ചിരുത്തും. ഇരുത്തിയിട്ട് ചോദ്യം ചോദിക്കും, മർ റബ്ബുക, നിന്റെ റബ്ബാരാൻ. രണ്ടാമത്തെ ചോദ്യം, മാ ദീനുക, നിന്റെ മതമേതാണ്. മൂന്നാമത്തെ ചോദ്യം, നീ ഈ ആളെ കുറിച്ച്, മാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനാരാണ്. ഒരുപാട് ഹദീസുകൾ ഈ നിലക്കാണ് പ്രയോഗമുള്ളത്. ആ പ്രയോഗം കണ്ടാ തോന്നണ്ട, ഖബറിൽ നബിയെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഈ ആളെ കുറിച്ച് നീ എന്തു പറയും? നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദിനെ കുറിച്ച് എന്തു പറയുന്നല്ല, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ ആളെ കുറിച്ച് നീ എന്താ പറയുന്നത്? ആ ചോദ്യം. ഈ ആൾ ഹാദർ റജുൽ, ഹാദർ റജുൽ എവിടെയാ? ഖബറിലുള്ളവന് ചോദിക്കാൻ ഇയാളെ കുറിച്ച്. അപ്പൊ ആ പ്രയോഗം കണ്ടാൽ ഖബറിൽ നബിയെ ഹാജരാക്കിയിട്ട് ഇയാളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലാണ്. ഈ 3 ചോദ്യങ്ങൾ, വേറെയും കുറെ ചോദ്യങ്ങളൊക്കെ കിതാബിലൊക്കെ കാണാം. ഹദീസിൽ വന്ന ചോദ്യം ഞാൻ പറയട്ടെ. ഹദീസിൽ പറഞ്ഞത് വിശ്വസിച്ചാൽ മതി. നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കും. എന്നിട്ട് ഉത്തരം പറയുന്നവരും പറയാത്തവരുണ്ടാവും. കാഫിറിനോ മുശ്രിക്കിനോ മുനാഫിക്കിനോ മറുപടി പറയാൻ കഴിയില്ല. എന്നിട്ട് അവിടെ ഒരു വിളി വരും. ഫയുനാദി മുനാദി മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരു വിളംബരം ചെയ്യുന്നവൻ വിളംബരം ചെയ്യും, അൻ കദബ, ഇവൻ പല ന്യായം പറയൂ. ചോദ്യം ചോദിക്കപ്പെടുന്ന ഖബർ കിടക്കുന്ന മയ്യത്ത്, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അങ്ങനെ ആക്കിയില്ല, ഞാൻ ഓതിയില്ല, പഠിച്ചില്ല, ഹദീസിലുണ്ട്. മലക്കൾ അങ്ങോട്ട് പറയാൻ, നീ ഓതിയതുമില്ല പഠിച്ചതുമില്ല. ഓതാത്തോണ്ടും പഠിക്കാത്തതുകൊണ്ടാണ്, ഏത് സ്കൂൾ പോത്തോണ്ടല്ല, ഖുർആാനും ഹദീസും പഠിക്കാത്തത് ഓതാത്തോണ്ട് എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. ദുനിയാവിൽ നീ കൃത്യമായി പഠിച്ചു പറഞ്ഞതല്ല. ആരൊക്കെ ലായിലാഹ് കേട്ടപ്പോ നീയും ചൊല്ലി, മുഹമ്മദ് റസൂലുള്ളാഹി കേട്ടപ്പോ നീയും ചൊല്ലി, പക്ഷെ ഖബറിൽ ഉത്തരം പറയാൻ കിട്ടില്ല. അതുകൊണ്ട് അത് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ചെല്ലണം.
ഇതൊക്കെ ഹദീസിൽ പറയുന്ന വേറെ വിഷയങ്ങളാണ്. അപ്പൊ ഒരു വിളി വരും. എന്താണ് ആ വിളംബരം? അൻ ഖദബ, ഈ ഖബറിൽ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഇവൻ പറഞ്ഞത് കള്ളമാകുന്നു. ഫഅഫ്രിശൂഹു മിനന്നാർ, നരകത്തിന്റെ വിരിപ്പ് ഖബറിൽ തന്നെ വിരിച്ചു കൊടുക്കുക. വഅൽബിസൂഹു മിനന്നാർ, നരകത്തിന്റെ വസ്ത്രം അവന് നിങ്ങൾ അടിയിക്കുക. എവിടെ? ഖബറിൽ, പരലോകത്ത്, നരകത്തിലല്ല. വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, ഈ ഖബറിൽ നിന്ന് നരകത്തിലേക്ക് ഒരു വാതിൽ അങ്ങോട്ട് അവന് തുറന്നു കൊടുക്കൂ. അപ്പൊ എടാ, ഖബർ കല്ലിച്ചു മൂടിയിട്ടുണ്ട്. പണ്ട് കല്ലാണ്, ഇപ്പൊ സ്ലാബാടുന്നത്, കനം കുറഞ്ഞ സ്ലാബ്, അതിന്റെ മേലെ ഒരലോട് മണ്ണും ഇതിന്റെ അടിയിലാണ് കിടക്കുന്നത്. നമ്മൾ കാണുന്നില്ല, ഒരോട്ടയും കാണുന്നില്ല. പക്ഷേ ഖബറിൽ നിന്ന് നരകത്തിലേക്ക് ഒരു വാതിൽ തുറക്കപ്പെടുന്നു. നമ്മൾ കാണാത്ത ആ വഴിയിലൂടെ നരകത്തിൽ നിന്ന് വരുന്നു കാറ്റ്. മിൻ ഹർരിഹ, ഖബറിന്റെ ചൂടിൽ നിന്ന്. സമൂമിഹ, സമൂം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വന്നിട്ടുണ്ട് ഈ രോമത്തിന്റെ കൂപങ്ങളെ, നമ്മുടെ ശരീരത്തിലെ ഓരോ രോമത്തിന്റെയും ആ ഓട്ടയാണ്, അതിൽ തുളച്ചു കയറുന്ന തണുപ്പാണ്. ഇത് രണ്ടും ഖബറിലേക്ക് വരുന്നു. എവിടുന്ന്? നരകത്തുനിന്ന് പോട്ട്. അപ്പോ ഖബറിൽ വെച്ച് തന്നെ ഈ ചൂട് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. എന്തല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ തദക്കുറും ശുക്റും നമ്മൾ കാണിച്ചില്ലെങ്കിൽ. അതുപോലെ തന്നെ മഹ്ശറിൽ രണ്ടാമത്തേത്, അവിടെ കടുത്ത ചൂട്. ഒരുപാട് ഹദീസുകളിൽ കാണാം. സൂര്യൻ എത്ര കണ്ടടുപ്പിക്കും, നമ്മൾ പറയും ഒരു ചാൺ ഉയരത്തിൽ നിന്നൊക്കെ. ഹദീസിൽ വന്നത് മീൽ എന്നാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി തന്നെ പറയാം, ഒരു മീൽ എന്ന് പറഞ്ഞാൽ മൈല് എന്ന അർത്ഥം ഉപയോഗിക്കും. ഒരു മൈൽ ദൂരം. ഒരു മൈലാണോ ഭൂമിയിൽ നമ്മൾ അളക്കുന്ന ഒരു മൈലാണോ? അതല്ല, മീൽ എന്ന് പറഞ്ഞാൽ രണ്ടാമൊരർത്ഥമുണ്ട്. സുർമ തേക്കാൻ ഉപയോഗിക്കുന്ന കോല്, സുർമക്കോല്. ആ സുർമന്റെ കുപ്പി ചെറുതായിരിക്കും, അതിൽ നിങ്ങൾ തോണ്ടി തേക്കാനുള്ള കോലാണ്. അപ്പോ ആ കണ്ണിൽ തേക്കാൻ ഉപയോഗിക്കുന്ന സുർമക്കോലിന്റെ അത്ര, അതാണ് കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും അത്ര അടുത്തേക്ക് സൂര്യൻ എങ്ങോട്ട് കൊണ്ടുവരപ്പെടും? ഇത് മഹ്ശറിൽ. അങ്ങനെ വേർത്തവരുണ്ടാകും. ആ ഹദീസിൽ കാണാം, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ, നെരിയാണി വരെ വിയർത്തവർ, അരക്കെട്ട് വരെ വിയർത്തവർ, കഴുത്ത് വരെ വിയർത്തവർ, മൂക്ക് വരെ വിയർത്തവർ, ചില റിപ്പോർട്ടിൽ വായ വരെ വിയർത്തവർ, ഇവിടം വരെ വിയർപ്പ് ഇങ്ങനെ മുങ്ങിക്കിടക്കുക. വേറെ ഹദീസിൽ ഭൂമിയിൽ 70 മുഴം വിയർപ്പ് പരക്കും, അതിന്റെ അത്ര വിയർപ്പുണ്ടാവും. അങ്ങനെ പോയി അത് മനുഷ്യന്റെ മൂക്ക് നിന്ന ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ ഹദീസിൽ ഉപയോഗിച്ച വാക്ക് വിയർപ്പ് അവനെ യുൽജിമു, അൽജമ എന്നാൽ കടിഞ്ഞാനിടുകയാണ്. കുതിരന്റെ ഒട്ടകത്തിനൊക്കെ നമ്മൾ പോത്തിനൊക്കെ കാളക്കൊക്കെ മൂക്ക് കയറിടും. അതുപോലെ മനുഷ്യന് മൂക്ക് കയറിടും വിയർപ്പ് കൊണ്ട്. എന്ന് പറഞ്ഞാൽ മൂക്കിന് അടുത്തുവരെ ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ വിയർപ്പ് മുങ്ങുന്ന അവസ്ഥയുണ്ടാവും. വിയർപ്പിൽ മുങ്ങുന്നത് അവൻ ദുനിയാവിൽ ചെയ്ത പാപത്തിനനുസരിച്ചാണ്. അപ്പൊ നോക്കൂ, അവിടെയും ഈ ചൂട് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും അവന്റെ പാപത്തിനനുസരിച്ച്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ടാമത്തെ ചൂടിനെ കുറിച്ചും ഇപ്പോൾ അനുഭവിക്കുന്ന ചൂടിലൂടെ നമ്മൾ ഓർക്കണം. ഇനി വസ്ത്രം, അത് നരകത്തിൽ നിന്നുള്ള വസ്ത്രം. പിന്നെ അതിന്റെ പുറമെ തലയിൽ ചൂടുള്ള വെള്ളം ഒഴിക്കപ്പെടും, അല്ലെ? അവിടെ തണല് കിട്ടുന്ന ആളുകളുണ്ടാവും. ഈ തണലിനെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി നന്ദിയുള്ളവനായി ജീവിച്ചാൽ അവിടെ പരലോകത്ത് തണലുണ്ടാവും. 7 വിഭാഗം ആളുകൾക്ക് തണൽ നൽകപ്പെടും. വേറെ ആർക്കും ഒരു തണലും കിട്ടാത്ത ഒരു ദിവസം. ഇത് പലപ്പോഴും നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്, ഇതിന്റെ ചില ഭാഗങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ദുനിയാവിൽ അള്ളാഹു തണലേർപ്പെടുത്തിയ അള്ളാഹു മഹ്ശറിൽ തൊട്ടുമുകളിൽ സൂര്യൻ ഉണ്ടാകുമ്പോൾ ആ സൂര്യന്റെ ചൂടേൽക്കാത്ത തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകളുണ്ട്. അവിടെ എത്താൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തണം. അതും ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ദുനിയാവിലെ തീ എന്ന് പറയുന്നത് നരകത്തിലുള്ള തീയുടെ 70-ൽ 1 മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചാണ്, ഭൂമിയിൽ ഇന്ധനമായി കത്തിക്കാവുന്ന വിറക്, മണ്ണെണ്ണ, പെട്രോൾ, ഡീസല്, അങ്ങനെ കത്തുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ടോ ഇതൊക്കെ കൂട്ടി കത്തിച്ചാൽ ഉണ്ടാകുന്ന ചൂടിന്റെ 70 ഇരട്ടി. അതല്ലാതെ നമ്മൾ തീപ്പെട്ടിക്കൊള്ളി വരുത്തിയാൽ ആ തീപ്പെട്ടിക്കോളിന്റെ കൊള്ളിയിൽ നിന്നുണ്ടാകുന്ന തീയിന്റെ, അല്ലെങ്കിൽ നമ്മൾ അടുപ്പിലുള്ള ചൂടിന്റെ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗവിന്റെ ചൂടിന്റെ 70 ഇരട്ടി എന്നല്ല. ദുനിയാവിൽ ഉള്ള എല്ലാം കത്തിയാൽ എത്ര ചൂടുണ്ടാകുമോ അതിന്റെ 70 ഇരട്ടി ചൂടാണ് നരകത്തിലുള്ളത്. തബൂക്ക് യുദ്ധത്തിന് പോകാൻ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ യുദ്ധത്തിന് പോകാൻ തയ്യാറായില്ല. കാരണം അവർ പറഞ്ഞത്, ഒന്ന് പഴങ്ങളൊക്കെ കാരക്ക പഴുക്കുന്ന കാലാണ്, ഏറ്റവും ചൂടുള്ള സമയത്താണ് കാരക്ക പഴുക്കുക, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ. ഗൾഫ് പോയ ആളുകൾക്കറിയാം. രണ്ടാമത്തേത് ചൂടുകാലാണ്, യാത്ര ചെയ്യാൻ കഴിയില്ല. അപ്പൊ യാത്രക്ക് പറ്റിയ കാലമല്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ തബൂക്ക് യുദ്ധത്തിന് പോകാതിരുന്നു. സൂറത്ത് തൗബ 81-ാമത്തെ ആയത്. വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർരി, അല്ലാഹ് പറയാൻ പുറപ്പെടൂ യുദ്ധത്തിന് പോകാൻ. അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ കൊടും ചൂടാണ്, ലാ തൻഫിറൂ ഫിൽ ഹർരി, ഈ ചൂടിൽ നിങ്ങൾ പോകരുത്, യാത്ര പുറപ്പെടരുത്. അതിന് അള്ളാന്റെ മറുപടി, ഇതല്ല, ഇതിനേക്കാൾ വലിയ ചൂട് വേറെ വരാണ്ട്. ഖുൽ, നബിയെ പറയുക, നാറു ജഹന്നം, ജഹന്നമിലെ ചൂടുണ്ടല്ലോ അത് അശദ്ദു ഹർറ,
വളരെ കഠിനമായ ചൂടാകുന്നു. ലൗ കാനൂ യഫ്ഖഹൂൻ, ജനങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ. അപ്പൊ ചൂടുകാലാണ്, പള്ളിയിൽ പോകണ്ട, ജമാഅത്തിന് പോകണ്ട, സുന്നത്ത് നോമ്പെടുക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇബാദത്തുകളൊന്നും വേണ്ട എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ, ചൂടുകാലല്ലേ പള്ളിയിൽ പോണ്ട, ളുഹറിന് പോയി കൂടാ, കടുത്ത ചൂട്. അസറാകുമ്പോ ലേസർ, അപ്പോഴേക്ക് ചിലപ്പോൾ ചൂട് പിന്നെയും കൂടി വരും. താരട്ട റോഡൊന്നും കോൺക്രീറ്റ് ബിൽഡിംഗ് ഒന്നും എ സി എന്നൊക്കെ വരുന്ന ചൂടും സൂര്യന്റെ ചൂടും എല്ലാം കൂടി ചിലപ്പോൾ ളുഹറിനേക്കാൾ ചൂട് അസറിനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അസറിനും പോകണ്ട, ഇപ്പം കുറച്ചും കൂടി കിടന്നുറങ്ങും, ഉറക്കിങ്ങനെ വരുന്ന സമയം. അത് കഴിഞ്ഞിട്ട് മഗ്‌രിബിനൊന്നും പോയാൽ തിരക്കേടില്ല, എശാകാവുമ്പോൾ നേരത്തെ കിടക്കണം, അല്ലെങ്കിൽ വീട്ടിലെത്തണം. പിന്നെ പൊലച്ചാകുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും, അങ്ങനെ സുബഹിക്കും കിടന്നുറങ്ങാം. ഇങ്ങനെ ഒട്ടുമിക്കാൽ സമയങ്ങളിലും ചൂട് കാരണം പള്ളിയിൽ പോകാത്ത, അതിനെ ഭിന്നിപ്പിക്കുന്ന ആളുകൾ ഓർക്കേണ്ടത് ഈ പറഞ്ഞ ആയത്താണ്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. ഇപ്പോഴുള്ള 49 50 ഇനി 55ഓളം അനുഭവപ്പെടുന്നതാണ് ഇപ്പോ, എല്ലാം കൂടി കണക്കൂട്ടുമ്പോൾ. അതിനേക്കാളൊക്കെ അതിന്റെ 70 ഇരട്ടി ചൂട് വരാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെയുള്ള ചൂട് സഹിക്കുക, ഇബാദത്തുകൾ കൂട്ടുക, കുറക്കുകയല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സൂറത്ത് വാഖിഅ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, ഫറഅയ്തുമുന്നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിച്ചുണ്ടാക്കുന്ന തീ നിങ്ങൾ കണ്ടിട്ടില്ലേ? അമ്മോട് ചോദിക്കാൻ, നിങ്ങൾ സ്റ്റൗ കത്തിക്കാറില്ലേ, അടുപ്പ് കത്തിക്കാറില്ലേ, തീപ്പെട്ടിക്കൊള്ളി എറിസാറില്ലേ, ലൈറ്റർ കത്തിക്കാറില്ലേ? നിങ്ങൾ കത്തിക്കുന്ന തീ നിങ്ങൾ കണ്ടിട്ടില്ലേ? തീ കാണാത്ത ആരെങ്കിലുണ്ടോ? കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് എങ്കിൽ അൻതും അൻശഅ്തും ശജറതഹ അം നഹ്നുൽ മുൻശിഊൻ, നിങ്ങളാണോ തീ കത്തിക്കാനുള്ള മരം കണ്ടുപിടിച്ചത്? അതല്ല, നമ്മളാണോ ഉണ്ടാക്കിയത്? മുളക്കാടുകൾക്ക് തീപിടിക്കുന്നു, കാട്ടിൽ തീപിടിക്കുന്നു, പച്ചമരങ്ങൾ കത്തുന്നു. കത്തിക്കാൻ ഉപയോഗിക്കുന്ന മരങ്ങളുണ്ട്. ഒരസിയാൽ 2 മുളകൾ കൂട്ടി ഒരസിയാൽ കത്തും. പച്ചക്ക് കത്തുന്ന മരമാണ് റബ്ബർ. അപ്പോ വെള്ളവും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ മരത്തിന് കത്താനുള്ള അവസ്ഥ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. തീപ്പെട്ടിക്കോല് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മരക്കൊള്ളികൾ ഒരതിയിട്ടാണ് തീ കത്തിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി തന്നത് ആരാ? നഹ്നു ജഅൽനാഹാ തദ്കിറ, ആ മരവും തീയും ഒക്കെ ഉണ്ടാക്കിയത് നമ്മളാകുന്നു. എന്തിന്? തദ്കിറ, ഓർമ്മപ്പെടുത്താൻ വേണ്ടി. ഇതുപോലെ കത്തും നാളെ പരലോകത്ത് ഇതിനേക്കാൾ കടുത്ത തീയുണ്ട്. വമതാഅൻ ലിൽ മുഖ്വീൻ, തീയാകട്ടെ മരങ്ങളാകട്ടെ ഇതൊക്കെ യാത്ര പോകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള വിഭവങ്ങളായിക്കൊണ്ടും അതോടൊപ്പം ഇതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും നരകത്തെക്കുറിച്ച് ഓർക്കാനും വേണ്ടിയാകുന്നു. സൂറത്തുൽ വാഖിഅ 71 മുതൽ 73 വരെയുള്ള ആയത്തുകൾ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ചൂടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനെ അതൊക്കെ അള്ളാഹു ഏർപ്പെടുത്തിയതാണെന്നും ഇത് നമുക്ക് പാഠമാണെന്നും ഇതിനേക്കാൾ വലിയ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പാകപ്പെടാൻ വേണ്ടി ഏർപ്പെടുത്തിയതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ള കാലമായി ഈ ചൂടിനെ നമ്മൾ കാണാം. നമുക്ക് വീട്ടിലാണെങ്കിൽ നേർത്ത വസ്ത്രം ധരിക്കാം. ചൂടുകാലത്ത് ചൂട് ഏൽക്കാത്ത അല്ലെങ്കിൽ പിന്നെ കോട്ടന്റെ അതുപോലുള്ള പലതരത്തിലുള്ള വസ്ത്രങ്ങളും നമുക്ക് ലഭ്യമാണ്. AC ഉണ്ട്, ഫാനുണ്ട്. അതില്ലാത്തവർക്ക് മറ്റു പല സംവിധാനങ്ങളുണ്ട്. എന്നാൽ പരലോകത്ത് അള്ളാഹു പറയാൻ, ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരി. പരലോകത്ത് എനിക്കൊരു പെണ്ണുങ്ങളാണെങ്കിൽ രാത്രി നൈറ്റി ഇടാം, പുരുഷന്മാരാണെങ്കിൽ ഒരു നേർത്ത തുണി ഉടുക്കാം, അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ട് ഉടുക്കാം, ഒരു ബർമുട ഉടുക്കാം എന്ന് വിചാരിക്കേണ്ട. നരകത്തിൽ എന്താണുള്ളത്? നരകത്താൽ വസ്ത്രങ്ങൾ മുറിച്ചെടുക്കപ്പെടുന്നു. തീയിനാൽ, തീയിന്റെ വസ്ത്രമാണ് അണിയാൻ കൊടുക്കുന്നത്. മനസ്സിലെ? ഖുത്തിഅത് ലഹും, നരകത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കത്താൻ എന്നാ കട്ട് ചെയ്യുക, പീസാക്കി ഉണ്ടാക്കപ്പെടുന്നു. സിയാബും മിൻ നാരിൻ, തീയുടെ വസ്ത്രങ്ങൾ. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, തീയിന്റെ വസ്ത്രത്തിന് പുറമെ തലക്കുമീതെ ഹമീം, നല്ല ചൂട് തിളച്ചു മറിയുന്ന വെള്ളം തലയിലൂടെ ഒഴിക്കപ്പെടുന്നു. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, ഈ തലയിലൂടെ ചുടുവെള്ളം ഒഴിച്ചാൽ അവന്റെ തൊലി മുഴുവൻ ഉരുകിപ്പോകുന്നു. തൊലി മാത്രമല്ല, അവന്റെ വയറ്റിലുള്ള ആമാശയങ്ങൾ ഉരുകിയൊലിക്കുന്നു. ഏത്? തലയിലൊഴിച്ചാൽ തൊലി പിന്നെ അങ്ങോട്ട് ഇറങ്ങി വരുന്ന വിചാരിക്കുക വെള്ളം. പള്ളന്റെ ഉള്ളിലുള്ള ആന്തരാവയവങ്ങൾ അത് യുസ്ഹർ, ഉരുക്കപ്പെടുന്നു. തലയിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ അത്രക്ക് ചൂടുള്ള വെള്ളം ഒഴിക്കപ്പെടുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നരകത്തിൽ വെച്ച് മനുഷ്യൻ വെള്ളം ചോദിക്കും, അപ്പർക്ക് അവർ വെള്ളം കൊടുക്കപ്പെടും. എന്ത് വെള്ള? സർവത്തല്ല, ജീരക സോഡയല്ല, കുൽക്കി സർവത്തല്ല, പിന്നെന്താ? ഖൽ മുഹ്ലി യശ്വിൽ വുജൂഹ ബിസ ശറാബ്, മുഖത്തെ കുടിച്ചാൽ മുഖത്തെ കരിച്ചു കണയുന്ന ഇരുമ്പിൽ നിന്നും അല്ലെങ്കിൽ ലോഹത്തിൽ നിന്നും ഉരുകിയൊലിക്കുന്ന ദ്രാവകങ്ങൾ പോലുള്ള വെള്ളമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്.
കൊടുക്കുക. ബീസ ശറാബ്, ആ പാനീയം എത്ര ചീത്ത, ആർക്കും കുടിക്കാൻ തോന്നില്ല, ഇറങ്ങൂല. അപ്പൊ ആ ജാതി ഇതൊക്കെ സൂറത്തുൽ കഹ്ഫിലെ ഓതപ്പെടുന്ന നമ്മളൊക്കെ വായിക്കുന്ന ആയത്തുകളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനുള്ള സന്ദർഭമായി നമ്മൾ ഈ അനുഭവിക്കുന്ന ചൂടിനെ നമ്മൾ ഉൾക്കൊള്ളുകയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അള്ളാഹു അങ്ങനെ ചിന്തിച്ച് ഉപകാരപ്പെടുത്തുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. 3 കാര്യങ്ങൾ ഈ നരകത്തിൽ നിന്ന്, അല്ലെ നരകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് 3 അല്ല, ഒരുപാട്, ഞാൻ വെറും 3 കാര്യങ്ങൾ അതിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ടത് സൂചിപ്പിക്കാൻ. 1, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് ആശയം അറിഞ്ഞ് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആളുകളായി ജീവിക്കുക. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ, പറയാന്ന് മാത്രമല്ല പറയുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരുത്തൻ നരകത്തിന്റെ മേൽ അവനെ ഹറാമാക്കിയിരിക്കുന്നു. എന്നാൽ തൗഹീദോടുകൂടി ജീവിക്കുന്ന ഒരുത്തന് നരകം ഹറാമാണ്, നരകം സ്വീകരിക്കൂല. നരകത്തിനുള്ള ഹറാമാക്കിയാരെ? തൗഹീദുള്ളവനെ. അപ്പൊ ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ചൂടൊക്കെ അനുഭവിച്ചിട്ട് തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നരകത്തിൽ പോയാൽ എല്ലാം കരിഞ്ഞു പോകും, കരിച്ചു കളയും. കരിഞ്ഞു പോകാത്ത ഒരു ശരീരഭാഗം മനുഷ്യരിലുണ്ട്. അതേതാ? അസറു സുജൂദ്, സുജൂദിന്റെ അടയാളം. സുജൂദിന്റെ നെറ്റിമുള്ള താഴ്പ്പാന്ന് വിചാരിക്കണ്ട. ഒളു എടുത്തതിന്റെ അടയാളങ്ങൾ, കൈയും കാലൊക്കെ പ്രകാശിക്കും, ഒളുവിന്റെ പ്രകാശങ്ങൾ. അതുപോലെ നമസ്കാരത്തിൽ നമ്മൾ എവിടെയൊക്കെ അവയവങ്ങൾ നിലത്ത് വെക്കുന്നു, സുജൂദിൽ നിലത്ത് വെക്കുന്നുവോ, അങ്ങനെ പല വിശദീകരണങ്ങളും പണ്ഡിതന്മാർ അതിന് നൽകിയത് കാണാൻ സാധിക്കും. അപ്പോ ഈ ഭാഗങ്ങളൊന്നും നരകത്തിന്റെ തീ തിന്നുകയില്ല. അവസാന ഘട്ടത്തിൽ അള്ളാഹു മലക്കുകളെ പറഞ്ഞേക്കും, തൗഹീദുള്ള ആളുകളെ നിങ്ങൾ നരകത്തിന് കൊണ്ടുവരൂ. ആ ആളുകളെ മലക്കുകൾ തിരിച്ചറിയുന്നത് ശരീരത്തിൽ കരിഞ്ഞു പോകാത്ത, നരകത്തിലെ തീ കത്തിക്കരിക്കാത്ത സുജൂദിന്റെ അടയാളങ്ങൾ കണ്ടിട്ട് അവരെയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇവർ നിസ്കരിച്ചവരാണ്, തൗഹീദുള്ളവരാണ്, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അപ്പോ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും അത് വെറുതെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി ചെയ്തതല്ല, കൃത്യമായ നമസ്കാരം അത് നിർവഹിക്കുക. മൂന്നാമത്തത്, റമദാനിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, 70 വർഷക്കാലത്തേക്ക് ഒരൊറ്റ നോമ്പ് കൊണ്ട് ഒരു മനുഷ്യന്റെ മുഖത്തെ, എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നരകത്തിൽ അള്ളാഹു അകറ്റുന്നു. ഒരു നോമ്പ് കൊണ്ട് 70 വർഷത്തെ ദൂരം നരകത്തിൽ അള്ളാഹു അകറ്റും. റമദാനിൽ 30 നമ്മൾ നോറ്റു, അല്ലെ 29 നോറ്റു, ഇനി തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച, അല്ലെ തിങ്കളും വ്യാഴവും, ഇനി അല്ലെങ്കിൽ മാസത്തിൽ 3 സാധിക്കുന്ന, ചുരുങ്ങിയത് മാസത്തിൽ ഒരു 3 നോമ്പെങ്കിലും നൂൽക്കാൻ സാധിച്ചാൽ 1:10 എന്ന് പറയുമ്പോൾ 3 ദിവസം നോമ്പുവറ്റാൽ 30 ദിവസം കൂലിയായി. അപ്പൊ 11 മാസം നോമ്പുവറ്റാൽ 11 മാസത്തിൽ 33 നോമ്പുവറ്റാൽ 11 മാസവും നോമ്പുവറ്റ കൂലിയായി. ഇൻറ്റു 70, അത്രയും കൊല്ലം നരകത്തിൽ ഇങ്ങോട്ട് പോകുന്നു. അപ്പോ ഇതൊക്കെയാണ് നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള വളരെ ലളിതമായ കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്നിപ്പോ നമ്മളിവിടെ മിക്ക പള്ളികളിലും AC ഉണ്ട്, അല്ലെങ്കിൽ ഫാൻ ഉണ്ട്. നബിന്റെ കാലത്ത് ഒരു സാധനമില്ല. മുകളിൽ വെയിലടിച്ചാൽ അതിന്റെ മുകളിലിട്ട നമ്മളെ തെങ്ങോല പോലെ ഈത്തപ്പരന്റെ മട്ടലിട്ടാൽ അതിന്റെ ഉള്ളിൽ കൂടി ഓട്ടവെയില് ഉള്ളിലേക്ക് എത്തും. നിലത്ത് മണലാണ്. വെയിൽ കൊണ്ടിട്ട് സഹാബികൾക്ക് സുജൂദ് പോകാൻ പറ്റില്ലായിരുന്നതാണ്. സുജൂദിൽ നെറ്റി നിലത്ത് വെക്കാമല്ല, കാരണം കാർപ്പറ്റുമില്ലൊന്നുമില്ല, മണലും ചരൽക്കല്ലും. അതിന്റെ അകത്തൊക്കെയാണ്, ചൂടുള്ള മണലിലേക്കാണ് നെറ്റി കൊണ്ടുപോയി വെക്കുന്നത്. എന്നിട്ട് അവരുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം അവർ നിലത്ത് വിരിക്കും. ആ വിരിച്ചിടത്തേക്കാണ് നെറ്റി വെക്കാറുണ്ടായിരുന്നത്. അത് വിരിക്കാതെ വെച്ചാൽ നെറ്റി മൂക്കും പൊള്ളു. ആ കാലഘട്ടത്തിൽ എന്നിട്ടും സഹാബികൾ പള്ളിയിൽ വന്നു. ഇന്ന് ഫാൻ ഉണ്ട്, അല്ലെങ്കിൽ AC ഉണ്ട്, അല്ലെ രണ്ടും ഉണ്ട്. നമ്മൾ എത്ര ആളുകൾ ഈ ചൂടൊക്കെ സഹിച്ചിട്ട് പള്ളിയിൽ പോകുന്നു ആലോചിച്ച് നോക്കൂ. ഒരു സഹാബിയോട് വേറൊരു സഹാബി ചോദിക്കാൻ, ഉബയ്യ് ഇബ്നു കഅബ്, നിനക്ക് ഒരു കഴുതനെ വാങ്ങിക്കൂടെ? ബെൻസുകാർ വാങ്ങിക്കൂടാതല്ല, ഒരു കഴുതനെ വാങ്ങിക്കൂടെ? എന്തിനാ? ഇരുട്ടുള്ള രാത്രിയിലും ചുട്ടുപൊള്ളുന്ന മണലിലും നിനക്ക് പള്ളിയിൽ വരാൻ. ഇദ്ദേഹത്തെ പോലെ പള്ളിയിൽ നിന്ന് അകലെ വീടുള്ള വേറൊരു സഹാബിയെ എനിക്കറിയില്ല എന്നാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അത്രയും പള്ളിയിൽ നിന്ന് ദൂരെ താമസിക്കുന്നവരാണ്. പക്ഷെ ഒരു വക്ത് പോലും അദ്ദേഹം തെറ്റാറുണ്ടായിരുന്നില്ല, എല്ലാ വക്തിനും പള്ളിയിലെത്തും. അപ്പോ ഒരു കഴുതനെ വാങ്ങിക്കൂടെ, ഈ വെയിലത്ത് നടന്നു വരണോ? അപ്പോ ആ സഹാബി പറഞ്ഞ മറുപടി, എന്റെ വീട് എന്റെ പള്ളിയുടെ അടുത്താകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? വെയിൽ കൊണ്ട് എന്റെ കൂലി കിട്ടും, നടന്നു വന്നെന്റെ കൂലി ഇതൊക്കെ നഷ്ടപ്പെട്ടു. ഓരോ കാലടി വെച്ചാലും അതിന് ഒരുപാട് നന്മകൾ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല.
പറ്റുന്നില്ല. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അതുകൊണ്ട് ഞാൻ നടന്നു വരാനാണ് ഇഷ്ടപ്പെടുന്നത്, വാഹനം വാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. വീട് പള്ളിക്കടുത്തേക്ക് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ വീടുണ്ടാക്കാനും ഉദ്ദേശിക്കുന്നില്ല. എനിക്കിഷ്ടം നടന്നു വരലാണ്. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ജമഅല്ലാഹു ലക ദാലിക കുല്ലഹു, നീ ഉദ്ദേശിച്ചതെന്തോ അതൊക്കെ അള്ളാഹു നിനക്ക് ഒരുമിച്ച് കൂട്ടി തന്നിരിക്കുന്നു. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. സൂറത്തുൽ കഹ്ഫ് പലപ്പോഴും നമ്മൾ ഓതുന്നതാണ്, ചൂടും തണുപ്പും. എന്നാൽ സ്വർഗത്തെ കുറിച്ച് മനസ്സിലാക്കുക, എന്താ ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറ. നരകത്തിൽ എന്തില്ല, സൂറത്തുൽ ഇൻസാനിൽ അവർ അവിടെ ശംസ് സൂര്യനെ കാണുകയില്ല, സംഹരീറും കാണുകയില്ല. സൂര്യൻ എന്നാൽ ചൂടുണ്ടാവുകയില്ല, കഠിനമായ ചൂടോ കഠിനമായ തണുപ്പോ അല്ല. ഫാന് വെക്കേണ്ട കാര്യമല്ല, AC ഫിറ്റാക്കേണ്ട കാര്യമല്ല, സ്വർഗം AC-യാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ദുനിയാവും സ്വർഗത്തിലുള്ള വ്യത്യാസം. അത് കിട്ടണമെങ്കിൽ സുച്ചിറാം വരെ പോണ്ട, ചൂടോ തണുപ്പോ അവർ അവിടെ കാണുകയില്ല. സൂറത്തുൽ കഹ്ഫിലെ 108-ാമത്തെ ആയത്തിൽ ലാ യബ്ഗൂന അൻഹാ ഹിവല, സ്വർഗത്തിലെത്തുന്ന മനുഷ്യന്മാർ ആ സ്വർഗത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയില്ല. ഇനി കുറച്ച് ചൂടായ തിരക്കില്ല, ഇനി കുറച്ച് തണുപ്പായ തിരക്കില്ല, ഇനി കുറച്ച് പഴങ്ങൾ അങ്ങനെയായ തിരക്കില്ല, ഈ ഭക്ഷണം ഒന്ന് മാറ്റിയ തിരക്കില്ല, ഈ വിരിപ്പൊന്ന് മാറ്റിയ തിരക്ക്, ഒരു മാറ്റവും സ്വർഗത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുകയില്ല. കാരണം എന്താ, കിട്ടിയതന്നെ എമ്പാടുവാണ്. ഇനി അതിന്റെ അപ്പുറത്തൊന്നും ആലോചിക്കാനേ ഇല്ല. അതാണ് ലാ യബ്ഗൂന അൻഹാ ഹിവല. സ്വർഗത്തിന് ഒരു പകരം, ഒരു മാറ്റം സ്വർഗലോകത്തുള്ള ആളുകൾ ആഗ്രഹിക്കുകയില്ല. അപ്പൊ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഈ സ്വർഗത്തിൽ പ്രവേശിക്കാനും ഈ വേനൽ നമുക്കൊരു പാഠമാകട്ടെ. ആ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു ആ പാഠം ഉൾക്കൊള്ളുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹു